നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. തലക്കെട്ടുകൾ. പ്രതിപക്ഷ എതിർപ്പ് മറികടന്ന് FCRA ബിൽ JPCക്ക് വിട്ട് ലോക്സഭ. ഭേദഗതി പാടില്ലെന്ന് വീണ്ടും കോൺഗ്രസ്. ന്യൂനപക്ഷ ക്ഷേമമാണ് ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങളിലെല്ലാം ചർച്ചയ്ക്ക് തയ്യാറെന്ന് അമിത്ഷാ. പാർലമെന്റിൽ വന്ന് മറുപടി പറയണമെന്ന് രാഹുൽ ഗാന്ധി. ജോൺ ബ്രിട്ടാസിനെതിരായ BJP MPയുടെ ലുങ്കിവാല വിളിയെ ചൊല്ലി രാജ്യസഭയിൽ പ്രതിഷേധം. ലുങ്കിവാല പ്രയോഗം നടത്തിയത് സുഷ്മിതാ ദേവ്. ഇരുവരുടെയും ഭാഗങ്ങൾ ചേംബറിലെത്തി അവതരിപ്പിക്കാൻ അവസരം നൽകി സഭാധ്യക്ഷൻ. ലോക്സഭാ മണ്ഡല പുനർനിർണയത്തിനെതിരെ പ്രമേയം പാസാക്കി തമിഴ്നാട് നിയമസഭ. അടുത്ത തെരഞ്ഞെടുപ്പിൽ 33% സ്ത്രീ സംവരണം നടപ്പാക്കണം. സ്ത്രീ സംവരണം ഇളവല്ല, സാമൂഹിക നീതിയാണെന്നും മുഖ്യമന്ത്രി C. ജോസഫ് വിജയ്. മെസ്സി വിവാദത്തിൽ ആരോപണങ്ങൾ കടുക്കുന്നു. മുൻ സർക്കാരിന്റെ കാലത്തെ നീക്കങ്ങളിൽ അടിമുടി ദുരൂഹതയെന്ന് കായിക മന്ത്രി OJ ജനീഷ്. മുൻ മന്ത്രി അബ്ദുൾ റഹ്മാന്റെ നീക്കങ്ങൾ സംശയകരം. ചില കാര്യങ്ങൾ മാത്രമേ തനിക്ക് അറിയൂവെന്നും മുഖ്യമന്ത്രി. മുൻ സർക്കാരിന് വ്യക്തത ഉണ്ടായിരുന്നെന്ന് സ്പോൺസർ ആന്റോ അഗസ്റ്റിൻ. ഇടുക്കി ഇടമലക്കുടിക്കാരുടെ ദുരിതത്തിന് അറുതിയില്ല. വയോധികനെ ആശുപത്രിയിൽ എത്തിച്ചത് കമ്പിൽ തുണികെട്ടി കിലോമീറ്ററുകളോളം ചുമന്നു. കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താൻ സാധ്യമായതെല്ലാം ചെയ്തെന്ന് തിരുവനന്തപുരം കളക്ടർ. കുടുംബങ്ങൾക്ക് പരമാവധി നഷ്ടപരിഹാര തുക നൽകും. മത്സ്യത്തൊഴിലാളി വിഷയത്തിൽ സർക്കാരിനെ കടന്നാക്രമിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മരണക്കണക്ക് വെച്ചുള്ള താരതമ്യം ഹൃദയശൂന്യത. അർജുൻ ആയങ്കിയെ പൂട്ടിട്ട് മുറുക്കി പോലീസ്. ആയങ്കിയുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു. ആഭ്യന്തരമന്ത്രിക്കെതിരായ പോസ്റ്റിട്ട ഫോണെന്ന് സംശയം. ഫോൺ കണ്ടെടുത്തത് അഭിഭാഷകയുടെ വീടിനടുത്ത് നിന്ന്. ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണൻ സാമ്പത്തിക തട്ടിപ്പ് ആരോപണ കുരുക്കിൽ. 8 ലക്ഷം രൂപ പറ്റിച്ചുവെന്ന് സഹതാരം ലക്ഷ്മി. സുഹൃത്തിന്റെ 45 ലക്ഷവും തട്ടിയെടുത്തു. തെളിവായി വീഡിയോകളും പുറത്ത്. KV ഗണേഷ് കുമാറിന്റെ ആരോപണങ്ങൾക്ക് മയപ്പെട്ട് സുകുമാരൻ നായരുടെ മറുപടി. തന്റെ ഭാഗത്ത് വീഴ്ചയില്ല, അഴിമതി ഉണ്ടെങ്കിൽ കേസ് കൊടുക്കട്ടെ എന്നും NSS ജനറൽ സെക്രട്ടറി. പിതൃക്കൾക്ക് ബലിയിട്ട് ആയിരങ്ങൾ. ക്ഷേത്രങ്ങളിലേക്കും സ്നാനഘട്ടങ്ങളിലേക്കും വിശ്വാസി പ്രവാഹം. അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ നിന്ന് വനപാലകർക്ക് അത്ഭുത രക്ഷപ്പെടൽ. കലിപൂണ്ട ആനയ്ക്ക് മുന്നിൽപ്പെട്ടത് ബീറ്റ് ഓഫീസർമാർ. ഇടുക്കി വണ്ടിപ്പെരിയാർ ജനവാസ മേഖലയിൽ കാട്ടാന ആക്രമണം. ഏക്കർ കണക്കിന് ഏലം കൃഷി നശിപ്പിച്ചു. തിരുവനന്തപുരത്ത് ചിലയിടങ്ങളിൽ നാളെ വെള്ളം മുടങ്ങും. പേരൂർക്കട ഒബ്സർവേറ്ററി, ഐരാണിമുട്ടം ടാങ്കുകളിൽ നിന്നുള്ള വിതരണം തടസ്സപ്പെടും. ജലവിതരണം മറ്റന്നാൾ പുനഃസ്ഥാപിക്കുമെന്ന് വാട്ടർ അതോറിറ്റി. കൊട്ടാരക്കര മൈലത്ത് KSRTC ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് അപകടം. ഡ്രൈവർ അടക്കം 9 പേർക്ക് പരിക്കേറ്റു. പത്തനംതിട്ട കോന്നിയിൽ ടിപ്പർ ലോറിക്ക് തീപിടിച്ചു. വിശദമായി നോക്കാം. FCRA ബിൽ JPCക്ക് വിട്ട് ലോക്സഭ. പ്രതിപക്ഷ ബഹളത്തിനിടെയാണ് FCRA ഭേദഗതി ബില്ല് JPCക്ക് വിട്ട് പ്രമേയം പാസാക്കിയത്. KC വേണുഗോപാൽ MP അടക്കമുള്ളവർ എതിർപ്പുയർത്തി രംഗത്തെത്തി. FCRA ഭേദഗതി ബില്ല് പാടില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും കാര്യോപദേശക സമിതിയിൽ അക്കാര്യം വ്യക്തമാക്കിയതാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. JPCക്ക് വിടാനാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടതെന്നും ന്യൂനപക്ഷ ക്ഷേമമാണ് ബിൽ ലക്ഷ്യമിടുന്നതെന്നുമായിരുന്നു കിരൺ റിജിജുവിന്റെ മറുപടി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. നേരത്തെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങളിലെല്ലാം ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സഭയ്ക്ക് പുറത്ത് മാധ്യമങ്ങളെ കണ്ട ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രതികരണം. गृहमंत्री जी भी अपने वक्तव्य को देने को तैयार हैं। आज 3 बजे तक स्पीकर साहब को वो पत्र दे दे। 3 बजे से लेकर कल 3 बजे तक सभी प्रकार की चर्चा के लिए हम तैयार हैं। मैं सदन में ही बैठूंगा, सबको सुनूंगा और सब चीजों का जवाब दूंगा। सरकार के पास छुपाने के लिए कुछ नहीं है। वो भी चर्चा करूंगा कि आपने क्यों चर्चा नहीं चाहिए। भारतीय जनता पार्टी की मोदी जी के नेतृत्व में सरकार, NDA की मोदी जी के नेतृत्व में सरकार हर चीज पर चर्चा के लिए तैयार है। संसद वो चलने दे बस।
आज मैं चैनलों के माध्यम से इन विपक्ष को कहना चाहता हूं कि आप एक पत्र 2 बजे तक लिख कर दे दीजिए स्पीकर साहब को। 3 बजे से चर्चा चालू कर देंगे और कल 3 बजे मैं जवाब दे दूंगा सारी चीजों का। संसद में चर्चा करने के नियम बने हैं, तरीके बने हैं। अब मुझे कोई कहता है कि आप एक स्टेटमेंट दे दो, इतने गंभीर मसले पर इस तरह से चर्चा नहीं हो सकती है। പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ വെടിവെക്കാൻ അമിത്ഷായാണ് നിർദ്ദേശിച്ചതെങ്കിൽ അമിത്ഷാ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ആരാണ് നിർദ്ദേശിച്ചതെന്ന് വ്യക്തത വരുത്താൻ ആഭ്യന്തരമന്ത്രി തയ്യാറാവണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. We are not interested in listening to Mr. Amit Shah's imagination. We are not interested in him giving us a lecture or a discussion. We are interested in one simple thing. And when I say we, I mean the younger generation of this country. Who shot those students? Who gave the order to shoot those students? Who blinded one of the students? Who shot one of the students in the ear? Who gave the order to beat the students with lathis, with nails? Who gave that order? That order was implemented by the Home Ministry. Delhi Police and RAC are both Home Ministry systems. Did Mr. Amit Shah give this order to shoot our children, or did he not? If he did, he should resign because he's culpable. രാജ്യസഭയിൽ സംസാരിക്കുന്നതിനിടെ BJP MP സുഷ്മിത ദേവ് തന്നെ ലുങ്കിവാല എന്ന് ആക്ഷേപിച്ചതിൽ അവകാശ ലംഘന നോട്ടീസ് നൽകി ജോൺ ബ്രിട്ടാസ് MP. ഇതേ ചൊല്ലി രാജ്യസഭയിൽ ഭരണപ്രതിപക്ഷ ബഹളം ശക്തമായതിനെ തുടർന്ന് ഇരുവരും ചേംബറിലെത്തി അവരവരുടെ ഭാഗം അവതരിപ്പിക്കാൻ രാജ്യസഭാ അധ്യക്ഷൻ നിർദ്ദേശിച്ചു. ആദായ നികുതി ഭേദഗതി ഓർഡിനൻസിനെതിരായ പ്രമേയം അവതരിപ്പിക്കുന്നതിനിടെയാണ് ബ്രിട്ടാസിന് പിന്നിലെത്തിയ സുഷ്മിത ദേവ് ലുങ്കിവാല എന്ന് വിളിച്ചത്. ഇതൊരു ദേശത്തിന്റെ വേഷധാരണത്തിന് എതിരായ അധിക്ഷേപ പരാമർശമാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. We are all equal Indians. Please take your seat as been. കേന്ദ്ര സർക്കാരിന്റെ ലോക്സഭാ മണ്ഡല പുനർനിർണയ നീക്കത്തിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി C. ജോസഫ് വിജയ് തമിഴ്നാട്ടിൽ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചു. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 543 നിലനിർത്തണമെന്നാണ് പ്രമേയത്തിൽ വ്യക്തമാക്കുന്നത്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ സ്ത്രീകൾക്കുള്ള 33% സംവരണം നടപ്പിലാക്കണമെന്ന് നിയമസഭയിൽ വിജയ് ആവശ്യപ്പെട്ടു. സ്ത്രീകൾക്ക് സംവരണം നൽകുന്നത് ഒരു ഇളവല്ല, അത് സാമൂഹിക നീതിയുടെ കാര്യമാണെന്നും വിജയ് സഭയിൽ പറഞ്ഞു. DMK ദീർഘകാലമായി സ്വീകരിച്ചു വരുന്ന നിലപാടാണിതെന്ന് DMK വക്താവ് TKS ഇളങ്കോവൻ நிறைவேற்றப்பட்டிருந்த நாடாளுமன்ற மக்களவையின் மொத்த உறுப்பினர்களின் எண்ணிக்கையை 543 என்ற நிலையிலேயே நிரந்தரமாக்க வேண்டும். 2. தற்போதுள்ள மக்களவை உறுப்பினர்களின் இடங்களின் எண்ணிக்கையை மாநிலங்களுக்கிடையே அதாவது விகிதாச்சார பிரதிநிதித்துவம் தற்போதுள்ள அளவிலேயே நிரந்தரமாக்க வேண்டும். 3. வரவிருக்கும் மக்களவை பொது தேர்தலிலும் அதன் பிறகு சட்டமன்ற பொது தேர்தல்களிலும் 1/3 தொகுதி ஒதுக்கீட்டு பலனை பெண்கள் பெறுவதை உறுதி செய்ய வேண்டும் என ஒன்றிய அரசை தமிழ்நாடு சட்டமன்ற பேரவை ஒருமனதாக வலியுறுத்துகிறது. ഇടുക്കി ഇടമലക്കുടിയിൽ പനി ബാധിച്ച വയോധികനെ ആശുപത്രിയിൽ എത്തിക്കാൻ കിലോമീറ്ററുകളോളം ചുമന്ന ബന്ധുക്കൾ. ഇടമലക്കുടി കൂടലാർകുടി സ്വദേശി മാലയപ്പനെ ആശുപത്രിയിൽ എത്തിക്കാനായിരുന്നു ദുരിതയാത്ര. കമ്പിൽ തുണികെട്ടി രോഗിയെ അതിൽ കിടത്തിയാണ് ഇവർ ചുമന്നത്. പ്രിൻസ് ജെയിംസ് ഉണ്ട് വിശദാംശങ്ങളുമായി. പ്രിൻസ്, ഇത് ആദ്യത്തെ സംഭവമല്ല. നമ്മൾ തന്നെ ഇതിനു മുമ്പും പല വാർത്തകൾ ഇതുപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കമ്പിൽ തുണി കെട്ടിക്കൊണ്ട് കൊണ്ടുപോകുന്ന കാഴ്ച, ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച, വഴിയില്ലാതിരിക്കുന്ന കാഴ്ച. അപ്പോഴൊക്കെ നമ്മൾ ജനപ്രതിനിധികളോട് സംസാരിക്കുമ്പോൾ പോലും ഇതിന് വേണ്ട നടപടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. നാട്ടുകാർ ഇത് പലപ്പോഴായി ഇത് ആവർത്തിക്കുന്നതല്ലാതെ ഇതിന് മറ്റ് മാർഗങ്ങളില്ല എന്ന് അപ്പോഴും പ്രതികരിച്ചതാണ്. അതായത് വീണ്ടും മറ്റൊരു കാഴ്ചയിലേക്ക്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ഇത് ഒരു തുടർക്കാഴ്ചയായി മാറുകയാണ്. ഇടമലക്കുടിയിൽ നിന്നും 75കാരനായ മാരിയപ്പൻ എന്ന വ്യക്തിയെയാണ് ഇന്ന് നാട്ടുകാർ, കൂടലാർകുടിയിലെ സ്വദേശിയാണ്, അദ്ദേഹത്തിന് പനി ബാധിച്ച് രോഗം മുറിച്ചതോടെയാണ് നാട്ടുകാർ പ്രദേശവാസികൾ മഞ്ചലിൽ ഉണ്ടാക്കി, അതായത് വലിയ കമ്പിൽ തുണി കെട്ടി അതിലിരുത്തി പിന്നീട് 4 കിലോമീറ്ററോളം കാരണപാതയിലൂടെ നടന്ന്
മാങ്കുളത്തിന് സമീപം ആനക്കുളത്ത് എത്തിക്കുകയും പിന്നീട് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തത്. ഇത് തുടർച്ചയായ ഒരു സംഭവമായി മാറുകയാണ്. കഴിഞ്ഞ വർഷം ഇത് ഏകദേശം ഒരു വർഷം മുൻപ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുകയും അവിടുന്ന് ഇടമലക്കുടിയിൽ നിന്ന് ഇങ്ങനെ ചുമന്നു കൊണ്ടുവന്ന ഒരു കുട്ടി മരണപ്പെടുകയും ചെയ്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കൃത്യമായ ചികിത്സ ലഭിക്കാതെ കുട്ടി മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ പ്രതിഷേധം ആ സമയത്ത് ഉണ്ടായിരുന്നു. പിന്നീട് പല സാഹചര്യങ്ങളിലും ഇത്തരത്തിൽ രോഗികളെ ഇങ്ങനെ ചുമന്നു കൊണ്ടുവരേണ്ട ഗതികളിൽ ഇടമലക്കുടി നിവാസികൾ എത്തിയത്. എന്നാൽ ഇതുവരെയും ഇവിടേക്ക് ഒരു സഞ്ചാരയോഗ്യമായ റോഡ് നിർമ്മിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. പ്രത്യേകിച്ചും ഇടമലക്കുടി ഒരു ഗോത്ര പഞ്ചായത്തായി രൂപീകരിച്ചിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ്. പല തെരഞ്ഞെടുപ്പുകൾ അതിനുശേഷം നടന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടന്നു. എന്നാൽ ഇതുവരെയും ഈ കുടിയിലേക്ക്, ഈ പഞ്ചായത്തിലേക്ക് ഇതുവരെയും ഒരു സഞ്ചാരയോഗ്യമായ ഒരു റോഡ് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. അതുതന്നെയാണ് ഈ പ്രദേശവാസികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഈ ഗോത്ര ജനത നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഈ ഇടമലക്കുടിയിലെ വിവിധ കുടികൾ തമ്മിൽ തന്നെ കിലോമീറ്ററുകൾ വ്യത്യാസമുണ്ട്. ആ മേഖലകളിലെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടും റോഡ് ഉണ്ടാവേണ്ടതുണ്ട്. എന്നാൽ യാതൊരു വിധത്തിലും ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിട്ടില്ല. കാരണം പാതയിലൂടെ അല്ലെങ്കിൽ വനമേഖലയിൽ റോഡ് പൂർണ്ണമായി വിട്ടുകൊടുക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള പല പ്രതിസന്ധികളും ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇടമലക്കുടി നിവാസികൾക്ക് ഇത്തരത്തിൽ പ്രതിസന്ധികൾ തുടർച്ചയായി അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. റോഡ്, ആശുപത്രി, വിദ്യാഭ്യാസം തുടങ്ങിയ വിവിധ കാര്യങ്ങളിൽ അല്ലെങ്കിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും ഈ മഴക്കാലം ആയതോടെ പഞ്ചായത്തിലെ 3 കുടികൾ പൂർണ്ണമായും ഒറ്റപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അവിടെ ഇടമലക്കുടിയിലൂടെ ഒഴുകുന്ന മണലിയാർ പൂർണ്ണമായും കരകവിഞ്ഞതോടെ ഈ പ്രദേശത്തേക്കുള്ള ആളുകൾക്ക് മറ്റ് മേഖലകളിലെത്തി അവശ്യ സാധനങ്ങൾ പോലും വാങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെ വിവിധ കാലഘട്ടങ്ങളിൽ ഈ വലിയ ദുരിത ജീവിതം നയിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇടമലക്കുടി നിവാസികൾ. പ്രത്യേകിച്ചും മഴ ആരംഭിച്ചത് വലിയ ദുരിതത്തിലേക്ക് മാറും. എന്തായാലും ഇതുവരെയും ഒരു റോഡ് പോലും ഈ മേഖലയിലേക്ക് എത്തപ്പെട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതിന്റെ ഒരു നേർക്കാഴ്ചയായി മാറുകയാണ് വീണ്ടും ഇടമലക്കുടിയിൽ നിന്ന് രോഗിയുമായി ചുമന്ന റോഡിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ എത്തിയിരിക്കുന്നത്. ശരി, അതായത് ആദ്യത്തെ സംഭവമല്ല, ഇതിങ്ങനെ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. റോഡില്ലാത്തതുകൊണ്ട് തന്നെ ആശുപത്രികളാവട്ടെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിക്കോട്ടെ, എല്ലാം കിലോമീറ്ററുകളോളം സഞ്ചരിച്ചുകൊണ്ടാണ് അവിടെയുള്ളവർ കടന്നു പോകുന്നത്. അതിൻ്റെ ഏറ്റവും വലിയൊരു ദുരിതപൂർവമായ കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ജെയിംസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി കേരളത്തിലെത്തുമെന്ന പ്രചരണത്തെ ചൊല്ലി രാഷ്ട്രീയ വിവാദം കടക്കുന്നു. മെസ്സി എത്തുമെന്ന പ്രചരണത്തിനും സാമ്പത്തിക തിരിമറികൾക്കും പിന്നിൽ മുൻ കായികമന്ത്രിയുടെ നീക്കങ്ങൾ അടിമുടി ദുരൂഹതയെന്ന് കായികമന്ത്രി OJ ജനീഷ് ആരോപിച്ചു. പൊതുപണം നഷ്ടമായോ എന്നത് മാത്രമല്ല വിഷയമെന്നും മന്ത്രി പ്രതികരിച്ചു. സർക്കാർ എന്ന ഒരു വലിയ അതോറിറ്റിയെ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു സ്വകാര്യ ഇവന്റ് മാനേജ്മെന്റിന് അല്ലെങ്കിൽ ഒരു സ്വകാര്യ ഇവന്റ് നടത്താൻ വേണ്ടി വരുന്ന ഒരു സ്വകാര്യ വ്യക്തിക്ക് സർക്കാരിൻ്റെ പേരുപയോഗിക്കാൻ, സർക്കാരിൻ്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ, ഭരണയന്ത്രം ഉപയോഗിക്കാൻ, ചീഫ് സെക്രട്ടറി മുതൽ ജില്ലാ കളക്ടറും പോലീസും GCDയും അതോടൊപ്പം തന്നെ SKF ഉൾപ്പെടെയുള്ള മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ചുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുമ്പോൾ അതിന് വേണ്ടുന്ന പ്രൊസീജിയറിൽ നടത്തേണ്ടുന്ന കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സ്വകാര്യ വ്യക്തിക്ക് അദ്ദേഹത്തിന് ലാഭമുണ്ടാക്കാൻ സൗകര്യമൊരുക്കിയതിന് ശേഷം സർക്കാരിന് ചില്ലിക്കാശ് നഷ്ടമില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് സർക്കാർ പാലിക്കേണ്ടതായ കുറേയേറെ കാര്യങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഗവൺമെൻറ് കാലഘട്ടത്തിൽ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കേന്ദ്ര അനുമതി ലഭിക്കുന്നതിന് വേണ്ടുന്ന അപേക്ഷകൾ ഉൾപ്പെടെ ലഭ്യമാക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയൊക്കെ അദ്ദേഹത്തിൻ്റെ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. മെസ്സി വിവാദത്തിൽ മുൻ കായികമന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മറുപടി. ഔദ്യോഗികമായി തനിക്ക് കത്ത് കിട്ടിയിട്ടില്ല, ചില കാര്യങ്ങൾ മാത്രമേ തനിക്ക് അറിയൂ എന്നും പിണറായി പറഞ്ഞു. ഒരു ഘട്ടത്തില് മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നുള്ളത് വസ്തുതയാണ്. അതിൻ്റെ ഭാഗമായി ആ ടീമിൽ അവർക്ക് വരുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ ചില നടപടികൾ ഉണ്ടായി എന്നതും നമ്മൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ആ കാര്യത്തിൽ അന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത മന്ത്രി എന്ന നിലക്ക് ശ്രീ അബ്ദുറഹിമാൻ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഈ പറയുന്ന തരത്തിലുള്ള ഒരു പ്രശ്നവും അടങ്ങിയിട്ടില്ല. വരണമെന്ന് പൊതുവിൽ നാട് ആഗ്രഹിച്ചിരുന്നു, വരുന്നതിനെ നമ്മൾ സ്വാഗതം ചെയ്തിരുന്നു. പക്ഷെ അവർക്ക് അവരുടേതായ കാരണങ്ങളാൽ വരാൻ പറ്റിയില്ല എന്നുള്ളതാണ് പിന്നീട് സംഭവിച്ചത്. അതിൻ്റെ മേലെ എന്തന്വേഷണം നടത്താനാണെന്ന് അന്വേഷിച്ചാലേ പറയാൻ പറ്റും. എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് കരാറിൽ ഏർപ്പെട്ടതെന്നും മുൻ സർക്കാരിന് ഇതിൽ വ്യക്തത ഉണ്ടെന്നുമായിരുന്നു റിപ്പോർട്ടർ TVയുടെ മാന്റോ അഗസ്റ്റിന്റെ പ്രതികരണം. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ ഇവർ പറയുന്നത് ശരിയായിട്ടാണുള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അവരുമായിട്ട് എഗ്രിമെന്റ് ഉണ്ട്, ഗവൺമെന്റിനെ അറിയാം, ഗവൺമെന്റുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അവർ വരുന്ന ഡേറ്റ് ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട്, എല്ലാ രേഖകളും സർക്കാരിന്റെ കയ്യിൽ തന്നെ ഉണ്ട്.
പിന്നെ ഇത് ഏത് അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് എനിക്കറിയില്ലാത്തത്. കാരണം ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും വെഞ്ചൻസ് തീർക്കാൻ വേണ്ടി റിപ്പോർട്ട് ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം ഞാൻ വിചാരിക്കുന്നില്ല ഇതൊരു ജെന്യുവൻ റിപ്പോർട്ടാണ് എന്നുള്ള നിലയ്ക്ക്. അപ്പൊ അതിനർത്ഥം എന്ന് പറയുന്നത് അവിടെയുള്ള രേഖകൾ ഒന്നും പരിശോധിക്കാതെയാണ്, ഒരു രേഖയില്ല എന്ന് പറയുന്നതാണ് വിചാരിക്കുന്നത്. അർജുൻ ആയങ്കിയുടെ മൊബൈൽ ഫോൺ കണ്ടെത്തി. ആഭ്യന്തരമന്ത്രിക്കെതിരെ പോസ്റ്റ് ഇടാൻ ഉപയോഗിച്ചു എന്ന് കരുതുന്ന ഫോണാണ് കണ്ടെത്തിയത്. ആയങ്കിയെ പിടികൂടിയ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിന് സമീപത്ത് നിന്നാണ് ഫോൺ കണ്ടെത്തിയത്. ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണനെതിരെ സാമ്പത്തിക തട്ടിപ്പ് പരാതിയുമായി മറ്റൊരു താരമായ ലക്ഷ്മി. 8 ലക്ഷം രൂപ തട്ടിയെടുത്തു. സുഹൃത്ത് അഭിൽ ദേവിന്റെ കയ്യിൽ നിന്ന് 45 ലക്ഷം രൂപയും തട്ടിയെടുത്തു. പണം വാങ്ങിയ ഉറപ്പിനായി സെൽഫി വീഡിയോകൾ റെക്കോർഡ് ചെയ്ത് നൽകി. BJPയെ സാമ്പത്തിക ലാഭത്തിനായി റോബിൻ ഉപയോഗിക്കുന്നുവെന്നും ലക്ഷ്മി ആരോപിക്കുന്നു. റോബിൻ രാധാകൃഷ്ണനെ ബിഗ് ബോസിൽ വരുന്നതിൻ്റെ ആ ഒരു ടൈമിലും അതിന് മുന്നേ ആയിട്ടൊക്കെ തന്നെ അറിയാവുന്ന ആളാണ്. ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ 8 ലക്ഷം രൂപ എനിക്ക് തരാനുണ്ട്. അതിപ്പോൾ ആൾ പ്രസ് മീറ്റ് നടത്തി എന്തൊക്കെ അതിനെതിരെ പറഞ്ഞാലും തെളിവ് ഉൾപ്പെടെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ആൾ അതിനകത്ത് പറഞ്ഞത് സ്വന്തം ഇമേജ് പോവാതിരിക്കാൻ. സോ ആ സാമ്പത്തിക തട്ടിപ്പ് വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ട് വന്നിരിക്കുന്നതിൻ്റെ ഒരു എൻഡിങ് പോയിൻ്റാണ് ഇപ്പോൾ കാണുന്നത്. ഞങ്ങൾക്ക് പറ്റി, അതുപോലെ ഒത്തിരി അധികം ആൾക്കാരുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. അതിനൊരു പരിസമാപ്തി എന്നുള്ള രീതിയിലാണ് ഞങ്ങളിപ്പോൾ ഇതിനെ കാണുന്നത്. ഇനി ഒരാളും പറ്റിക്കപ്പെടാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഇതിൽ എൻ്റെ പേരിൻ്റെ കൂടെ അബിലിൻ്റെ പേരും പറഞ്ഞിട്ട് ഞാൻ ഈ പിക്ചറിലില്ല, എനിക്ക് പൈസ തരാനില്ല എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ്ലി ഒരാളെയും കൂടെ പിടിച്ചിട്ട് അങ്ങനെ ഇടുക എന്നുള്ള രീതിയിലാണ് എൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത്. സോ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ അബിലിൻ്റെ അടുത്തൂടെ പറയുകയാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, സുവിധ വിൽബ്രോയാണ്. അതേസമയം റോബിൻ പണം വാങ്ങിയതിന്റെ തെളിവുകളും പുറത്തു വന്നു. റോബിൻ തന്നെയാണ് ഇത് സ്ഥിരീകരിക്കുന്ന വീഡിയോ ചിത്രീകരിച്ചത്. എമൗണ്ട് സംസാരിച്ചിരുന്നു. അപ്പം അതെ 20-ാം തീയതി പറഞ്ഞിരുന്നു. ശേഷം മടങ്ങിയെത്തും. കെ വി ഗണേഷ് കുമാറിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ തന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും അഴിമതി ഉണ്ടെങ്കിൽ കേസ് കൊടുക്കട്ടെ എന്നുമായിരുന്നു പ്രതികരണം. എതിരാളികളെ കടന്നാക്രമിക്കുന്ന പതിവ് ശൈലി ഒഴിവാക്കി ഗണേഷിന്റെ ആരോപണങ്ങളിൽ മയപ്പെടുത്തിയായിരുന്നു സുകുമാരൻ നായരുടെ മറുപടികൾ. കേസ് കൊടുക്കട്ടെ, ജനാധിപത്യം ഇല്ലാത്തടത്ത് അതിനെതിരെ ആക്ഷേപമുള്ളവർക്ക് കേസ് കൊടുക്കാം, അവർ കൊടുക്കട്ടെ. അയാളുടെ അതിനൊന്നും മറുപടി പറയാൻ ഞാനില്ല. ജനാധിപത്യം ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ട്, അയാൾ പറഞ്ഞുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞ ആർക്കും അത് ഇപ്പം ആരെല്ലാം പറഞ്ഞു. അങ്ങേരുടെ അച്ഛനെ പറ്റി ആര് പറഞ്ഞിട്ടില്ലേ? അങ്ങേര് തന്നെ അങ്ങേരുടെ അച്ഛനെ പറ്റി വ്യക്തിപരമായ ആക്ഷേപങ്ങൾ പറഞ്ഞിട്ടില്ലേ? ഇല്ലേ? ആ അച്ഛൻ മകനോട് പറഞ്ഞു, നീ NSS ജനറൽ സെക്രട്ടറിയും NSSനെയും സ്നേഹിച്ചു വേണം ജീവിക്കാൻ എന്ന് അച്ഛൻ എനിക്ക് ഒരു ഉപദേശം തന്നിട്ടുണ്ട്. ഞാൻ അതനുസരിച്ച് ചെയ്യും എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി? ഈ എളുപ്പം പറഞ്ഞല്ലേ. ഇപ്പോൾ കുറേ കൂട്ടർ NSSനെ ഇല്ലാതാക്കാൻ വേണ്ടി കേസുമായി നടക്കുന്നുണ്ട്. അത് കീഴ്ക്കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അവരുടെ ഒരു വാലായിട്ടാണ് ഇയാളിപ്പം സംസാരിക്കുന്നത്. എന്നെ ഞാൻ 64 വർഷമായി ഇതിനകത്ത് കയറിയിട്ട് ഒരുത്തം വിചാരിച്ചാലും എനിക്കെതിരെ ഗൂഢാലോചന വെക്കാൻ പറ്റിയ തെറ്റൊന്നും എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിലിൽ വീഴ്ച സംഭവിച്ചെന്ന വിമർശനത്തിന് മറുപടിയുമായി ജില്ലാ ഭരണകൂടം. മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താൻ മനുഷ്യസാധ്യമായതെല്ലാം ചെയ്തു കഴിഞ്ഞെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി പറഞ്ഞു. മുതലപ്പുഴയിലെ ഷിജിന്റെ കുടുംബത്തിനും വിഴിഞ്ഞത്തെ ജോണിന്റെ കുടുംബത്തിനും പരമാവധി നഷ്ടപരിഹാര തുക നൽകും. അപകടമുണ്ടായെന്ന് അറിഞ്ഞ സമയം മുതൽ തന്നെ സമയോചിതമായ ഇടപെടലാണ് ജില്ലാ ഭരണകൂടം നടത്തിയതെന്നും അനുകുമാരി ന്യൂസ് 18നോട് പറഞ്ഞു. ആവശ്യമുള്ള മനുഷ്യസാധ്യമുള്ള എല്ലാ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ളതാണ്, ഞാൻ കൃത്യമായിട്ട് കണക്കത്തോടെ പറയാം. നമുക്ക് ഇതുവരെ ടിൽ യെസ്റ്റർഡേ ചെയ്ത റിപ്പോർട്ടാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ വെസൽ നമ്മൾ പറയുമെങ്കിൽ 158 അവേഴ്സുള്ള സെർച്ച് അവർ നടത്തിയിട്ടുണ്ട്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡുള്ള വെസൽ. അതുപോലെ തന്നെ റെസ്ക്യൂ ബോട്ട് മുഖേന നമ്മൾ 320 അവേഴ്സുള്ള സെർച്ചാണ് നടത്തിയിട്ടുള്ളത്. മറീൻ ആംബുലൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ 78 അവേഴ്സുള്ള സെർച്ചാണ് ഇതുവരെ നടത്തിയിട്ടുള്ളത് ഇന്നലെ വരെ. കൂടാതെ ഏരിയൽ സെർച്ച് നമ്മൾ നേവി അടുത്ത് സംസാരിച്ചിട്ട് എയർ റെക്കി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. നേവി പൂർണ്ണമായിട്ട് സഹായിച്ചു. 10 മണിക്കൂറിന് കൂടുതലുള്ള ഏരിയൽ റെക്കിയാണ് ഇന്നലെ വരെ നടത്തിയിട്ടുള്ളത്. ഇപ്പോഴും റൈറ്റ് നൗ ടുഡേ ഓൾസോ ദ ഏരിയൽ സെർച്ച് ഈസ് ഗോയിങ് ഓൺ.
കൊട്ടാരക്കര മൈലത്ത് KSRTC ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് അപകടം. KSRTC ഡ്രൈവർ ജിനു അടക്കം 9 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെടുമങ്ങാട് ഡിപ്പോയിൽ നിന്നും പാലക്കാടേക്ക് വരികയായിരുന്നു KSRTC ബസ്. മൈലം ജംഗ്ഷനിൽ നിർത്തിയിരുന്ന മറ്റൊരു KSRTC ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കവേ ബസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് എതിരെ വന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു. പത്തനംതിട്ട കോന്നിയിൽ ടിപ്പർ ലോറിക്ക് തീപിടിച്ചു. ഇന്ന് ഉച്ചയോടെയായിരുന്നു പോത്തുപാറ ക്രഷറിൽ നിന്നും ലോഡുമായി തിരികെ വന്ന വാഹനത്തിന് തീപിടിച്ചത്. വാഹനം പൂർണ്ണമായും കത്തി നശിച്ചു. ആർക്കും പരിക്കേറ്റിട്ടില്ല. ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. പാലക്കാട് കാഞ്ഞിരപ്പുഴ ഡാമിന്റെ റിസർവോയറിൽ ഓഫ് റോഡ് ജീപ്പ് ഇറക്കി യുവാക്കളുടെ അഭ്യാസം. ജീപ്പ് വെള്ളത്തിലൂടെ ഓടിച്ചു കയറ്റുന്ന ദൃശ്യം പുറത്ത്. വെള്ളത്തിലൂടെ ഓടുന്ന ജീപ്പിന് മുകളിൽ നിന്നും യുവാവ് വെള്ളത്തിലേക്ക് ചാടുന്നതും കാണാം. കാസർഗോഡ് പൂച്ചക്കാട് പ്രതിശ്രുത വധുവിന് പിന്നാലെ വരനും ജീവനൊടുക്കി. അമ്പലത്തട്ട് സ്വദേശി അമലാണ് ആത്മഹത്യ ചെയ്തത്. അമലുമായി വിവാഹം നിശ്ചയിച്ചിരുന്ന കാട്ടാമ്പള്ളി സ്വദേശിനി അനുശ്രീ കഴിഞ്ഞ ദിവസം താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ചു. ഈ വർഷം ഡിസംബർ 26-നാണ് ഇരുവരുടെയും വിവാഹം നിശ്ചയിച്ചിരുന്നത്. ബൈജു, വിശദാംശങ്ങൾ. ഹരി, പൂച്ചക്കാട് കാട്ടാമ്പള്ളി സ്വദേശിനി അനുശ്രീയാണ് കർണാടകയിലെ ഹുൻസൂരിൽ ജീവനൊടുക്കിയത്. അതായത് ഇവരുടെ താമസ സ്ഥലത്ത് തന്നെയാണ് ഇവരെ തൂങ്ങി മരിച്ചതിൽ കണ്ടെത്തിയത്. ഹുൻസൂരിലെ SBI ജീവനക്കാരിയായി ജോലി ചെയ്തു വരികയായിരുന്നു ഈ അനുശ്രീ. അതോടൊപ്പം ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ പ്രതിശ്രുത വരനും ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. കണ്ണൂർ അമ്പലത്തട്ട സ്വദേശി അമലാണ് ഇത്തരത്തിൽ മരിച്ചത്. ഇദ്ദേഹം എറണാകുളത്ത് ജോലി ചെയ്യുകയായിരുന്നു. ഡിസംബർ 26-നാണ് ഇരുവരുടെയും വിവാഹം നിശ്ചയിച്ചിരുന്നത്. എന്തായാലും ഈ അനുശ്രീ വീഡിയോ കോൾ വിളിച്ച് ഇവർ തമ്മിൽ എന്തോ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ അതേ തുടർന്ന് ജീവനൊടുക്കിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ബന്ധുക്കൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഏതായാലും രണ്ടുപേരുടെയും മരണം ഒരു നൊമ്പരമായി മാറിയിട്ടുണ്ട്. 26-ാം തീയതി ഡിസംബർ 26-നായിരുന്നു ഇവരുടെ വിവാഹം നിശ്ചയിച്ചിരുന്നത്. ഹരി, വിവാഹം നിശ്ചയിച്ചിരുന്നതിന് പിന്നാലെയാണ് ആദ്യം വധു ജീവനൊടുക്കുന്നത്, പിന്നാലെ വരൻ ജീവനൊടുക്കുന്നത്. എന്തായാലും ബൈജു ആണ് വിശദാംശങ്ങൾ നൽകിയത്. സ്വർണ്ണം വെള്ളി നിരക്കുകളിലേക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. 22 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 14,195, പവന് 1,13,560. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 11,660, പവന് 93,280. വെള്ളി ഗ്രാമിന് 255, കിലോ 2,55,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. ബുള്ളറ്റിൻ പൂർണ്ണമാവും. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.